എന്താടി മതി ഇങ്ങനെ കിടക്കുന്നത്? നോമ്പെടുക്കാൻ സമയമായില്ലേ? സമയം നോക്കി 3 മണിയായി. അടുക്കുകയാണെങ്കിൽ ഒരു സാധനമില്ല. വെള്ളം കളിക്കാൻ വേണ്ടി പഞ്ചാബ് നോക്കി അതും കാണാൻ എന്താ ചെയ്യും? അറിയക്ക എനിക്ക് അടുക്കളയിലൊന്നുമില്ല. ഞാൻ പിന്നെ കിടക്കാതെ ഞാൻ എന്ത് ചെയ്യാറ്? ഞാൻ ആരോ പറഞ്ഞു പെയ്യാത്തക്കാൻ്റെ അടുത്ത് പറഞ്ഞിട്ടെന്താ? അടുക്കളയിലൊന്നുമില്ല. നീയല്ലേ പറഞ്ഞു രാവിലെ പഞ്ചസാര ഉണ്ട് എണ്ണയുണ്ട് എന്നൊക്കെ. ഞാൻ അടുക്കളയിൽ നോക്കി ഒന്നും കാണാനില്ലല്ലോ. ഒക്കെ പറഞ്ഞ് ചോദിച്ച് രാവിലെ പഞ്ചസാര ഉണ്ടോ ചോദിച്ചു. ഞാൻ ഉണ്ട് പറഞ്ഞു. എനിക്ക് എത്ര നേരെങ്കിലും സമാധാനത്തോടെ ഇരുന്നോട്ടെ പറഞ്ഞിട്ട് പറഞ്ഞതാ. ഒന്നുമില്ലക്ക, പഞ്ചസാര പോലും ഇല്ല. എനിക്കൊരു കാര്യം ചെയ്ക്ക് സമാധാനത്തിൽ അവിടെ പോയിരുന്നു. ഒന്നും വെക്കണ്ട, ഒന്നും ഉണ്ടാക്കും വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഇതിലെല്ലാം കൂടെ കൂട്ടിയ കുറച്ച് അരിയുണ്ട്, അത് നമുക്ക് അടുപ്പത്തിടാം, കഞ്ഞിയാക്കാം. കഞ്ഞിയാക്കിയിട്ട് മുളകിൻ്റെ ചമ്മന്തി അരയ്ക്കാം. മതിക്ക, ഇന്ന് അങ്ങനെ മതി. പഠിച്ച എന്തെങ്കിലും കൊണ്ടുവരും ഒക്കെ പഠിക്കണം. എന്താടി നീ ഇവിടെ ഇങ്ങനെ കിടക്കും ചെയ്യാൻ? ഞാനാണെങ്കിൽ അവിടെ എന്താ എന്തെങ്കിലും നടക്കണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യും. ഞാനൊന്ന് അവ ഇന്ന് അരി കൊണ്ട് ഒപ്പിച്ചു, നാളെയോ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടമ്മ. എന്നെ ഇന്ന് ശരിയാവില്ല. പോയി നോക്കട്ടെ എന്നെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒന്ന് നിൽക്ക്, പറയുന്നത് കേൾക്ക്. എവിടെയും പോണ്ട. ഈ സമയത്ത് നമ്മൾ ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് നമുക്ക് കൊടുക്കാനാ? എനിക്കൊക്കെ വരുമാനമുണ്ട്, എനിക്ക് വരുമാനമുണ്ട്. എവിടെ നമുക്ക് കൊടുക്കുക കടം വാങ്ങിച്ച്? ആരോടൊന്നും പോയി വാങ്ങണ്ട. ഇക്ക് വായോ, ഇക്കിപ്പോ ഒന്നും നിൽക്ക്. ഇക്കൊക്കെ ഇപ്പൊ എന്താ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനേ വഴിയില്ല. അപ്പോൾ നമ്മുടെ മക്കൾക്ക് സമാധാനമാവട്ടെ, സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞ് അത്യാവശ്യം വളയുമാലയോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ച പൈസ ഇനിയിപ്പോൾ ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാം, ഒക്കെ സമാധാനപ്പെടുന്നു പറയുന്നു കേൾക്കുക. എവിടെയും പോയിട്ട് ആരോടും കടം ചോദിക്കണ്ടാക്കുക, നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കാനും വരണ്ട. അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ട്. ആരും കടക്കാർ വന്ന് മുമ്പിൽ വന്ന് ചോദിക്കുന്നു. പക്ഷെ കടം വാങ്ങിച്ച് അങ്ങനെയല്ല, പറഞ്ഞ സമയത്ത് കൊടുക്കണ്ടേ, നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കാൻ സാധിക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഉള്ളതിന് അന്നിക്കാക്ക് പറ്റ വയ്യാതിരിക്കുമ്പോൾ ഓരോരുത്തർ വന്ന് തന്നപ്പോൾ അതിനെടുത്ത് മാറ്റി വെച്ച് അങ്ങനെ 200 നോട്ടാക്കി മാറ്റി വെച്ചതാണ്. പെരുന്നാൾക്ക് കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാം. അതിന് വേണ്ട, അതിനത് നമ്മുടെ പാരമ്പര്യക്കും മൈലാഞ്ചിയോ എന്തെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചാൽ ഇനിയിപ്പോൾ ഒന്നും വേണ്ട. കുറച്ച് എന്തെങ്കിലും ഒരു വഴി കാണും. ഇക്ക ഇതിനെന്താ വെച്ചാൽ ആരാണ് നേരത്തെ? സഖത്തിനാണ് ഇതല്ലേ? കഥയാണ്. എൻ്റെ ഭർത്താവിന് തിരുവല്ല 2 വർഷമായിട്ട് കിടപ്പിലാണ്. മക്കളാണ്, ചെറിയനാണ് ഉള്ളത്. മക്കൾക്ക് വന്നിട്ട് നോക്കാൻ ചെയ്യാനൊന്നുമില്ല. അപ്പുറത്തുള്ളവർ ഓരോ ദിവസം ഓരോന്ന് തരും, അതുകൊണ്ടാണ് കഴിഞ്ഞു. ഇങ്ങനെ ഇന്നിറങ്ങി, എനിക്ക് ശീലമൊന്നുമില്ല ഇറങ്ങിയിട്ട്. ഇന്നിങ്ങനെ ഇറങ്ങിയതാ. സക്കാത്ത് കിട്ടുമല്ലോ, 27 പറഞ്ഞിറങ്ങിയതാ. എന്തെങ്കിലും ഇങ്ങനെ മക്കൾക്ക് കൊടുക്കാനെങ്കിലും എത്താ. അതെയോ?
എന്താ വരുന്നു? അവർക്ക് കൊടുക്കാം. നമുക്ക് വെക്കാൻ എല്ലാം കൂടെ കൂട്ടിയ കുറച്ച് അരിയെങ്കിലുണ്ട്. അവർക്ക് അതുമില്ല എന്ന് പറയുന്നത് ആ പൈതൃക ലോകമൊക്കെ നോക്കിക്കാം. നമുക്ക് പഠിച്ചെന്തെങ്കിലും വഴി ബേജാറാവണം. ഇപ്പോൾ നമ്മളെ മക്കൾ പറയുമ്പോൾ നല്ല സങ്കടമായി നമ്മളെങ്ങനെയാ വെറുതെ ഉണ്ടാക്കുക. ഈ പൈസ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇത് കൊടുക്കുക. കൊടുന്ന് വിചാരിക്കുമ്പോൾ പഠിച്ചു നമുക്ക് വഴി തരും. ഈ പൈസ നമ്മൾ കയ്യിൽ ഇതും വെച്ചിട്ട് അവർ നമ്മുടെ മുന്നിൽ വന്നൊന്നുമില്ലാന്ന് പറഞ്ഞോളൂ. എങ്ങനെയാ ഒന്നുമില്ല എന്ന് പറയാം. കയ്യിൽ ഇതും വെച്ച് ഇത് വെച്ചോളൂ. ഇപ്പൊ ഇവിടെ ഇതേ ഉള്ളൂ. മക്കൾക്ക് എന്താ വെച്ചാൽ വൈകുന്നേരത്ത് വേണ്ടതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ മോനെ. അവർക്ക് എന്താ വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കും. വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട വാങ്ങിക്കും. ഒരുപാട് തരണമെന്നുണ്ട്. നമ്മുടെ ഈ സാഹചര്യം മോശമാണ്. വയ്യാതിരിക്കുകയാണ്. അപ്പം ഇപ്പം ഇതേ ഉള്ളൂ. ഇത് വയ്ക്കുക. അൽഹംദുലില്ലാ എൻ്റെ ദുആലുണ്ടാവും. നിങ്ങളും നിങ്ങളുടെ കുടുംബം എൻ്റെ ദുആലുണ്ടാവും. ഞാൻ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു നിവൃത്തി ഇല്ലാണ്ടായപ്പോൾ ഇറങ്ങി തിരിച്ചതാ. പടച്ചോനെ എന്നോട് ഈ കരുണ കാട്ടി നിങ്ങൾക്ക് പടച്ചോനെ എന്തായാലും ഒരു കുറവ് തരില്ല. എൻ്റെ ദുആലുണ്ടാവും. പോട്ടെ എന്നാലും പോട്ടെ ദുആ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ശരി എന്നാലും. വിഷമിക്കാതെ പഠിച്ചെന്തെങ്കിലും വഴി തരും. നമുക്ക് അരിയുണ്ട് കഞ്ഞി വയ്ക്കാൻ. നമുക്ക് അതുപോലും ഇല്ല. എന്തെങ്കിലും ഒരു വഴി കിട്ടും. വിഷമിക്കണ്ട. അസ്സലാമലൈക്കും. ഞാൻ ഇവിടെ പരിസരത്തൊക്കെ കിറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ പുതിയ താമസക്കാരുണ്ടെന്ന് പറഞ്ഞു തൊട്ടുള്ളവർ. അപ്പോൾ ഇവിടെ ഒരു കിറ്റ് തരാൻ പറഞ്ഞിട്ട് വന്നതായിരുന്നു. ആ സന്തോഷം. കയറിയിരിക്കും. ഉള്ളിൽ കയറാം. ഇല്ല വേണ്ട, കയറുന്നൊന്നുമില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവിടെ ഏൽപ്പിക്കണം പറഞ്ഞിട്ട് വന്നതാണ്. അതാണ്. ഒന്ന് എടുത്തു വെക്കുമല്ലോ അല്ലേ? ശരി എന്നാൽ തിരക്കുണ്ട് പോവാണ്.